இன்றைக்கு உலக சுற்றுச்சூழல் தினம். இந்த நல்லாளில் மறையூர் கிராம பஞ்சாயத்தில் போஸ்ட் ஆஃபீஸ் முன்பாக மரக்கன்றுகளை நட்டு இயற்கையை பாதுகாப்பதற்கு வேண்டி நாங்கள்லாம் இந்த மரக்கன்றுகளை நடுகிறோம். இன்றைய காலகட்டத்தில் இயற்கையை பாதுகாப்பது நம்மளுடைய கடமை. இயற்கையை பாதுகாத்தால் மட்டுமே நமக்கு சுத்தமான காற்றுகள் கிடைக்கும், நல்ல ரீதியில் நோய் இல்லாமல் வாழ முடியும் என்பதுதான் உண்மையான விஷயம். இன்றைக்கு உலக அளவில் காற்று மாசுபடுகிறது, சுற்றுச்சூழல் ரொம்ப பாதிக்கப்பட்டிருக்கிறது, உலகம் வெப்பமயம் ஆகிக்கொண்டிருக்கிறது. இதற்கெல்லாம் ஒரு மாற்றம் வரணும் என்றால் இயற்கையை பாதுகாக்கணும். அதுபோல் ஒரு வீடுகள் தவறாமல் ஒவ்வொரு குடும்பத்திலும் இன்றைய தினத்தில் எல்லாரும் மரங்களை நட்டு இயற்கையை பாதுகாக்க நாம் எல்லாம் സവതം ഏൽക്കണം എന്നதை മാത്രം നിലനിർത്തിക്കുന്നു. ലോകത്താകെ ചൂട് കൂടുകയാണ്. ജലവും വായുവും മലിനമാകുന്നു. കാട്ടുതീ മറ്റൊരു സംഭവം. കാലം തെറ്റി പെയ്യുന്ന മഴ ഭൂമിയെങ്ങും ഇല്ലാതാക്കും വിധം പരിസ്ഥിതിയാകെ ആഘാതത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ആഗോളതലത്തിൽ കൂട്ടായ ശ്രമം വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും പരിസ്ഥിതി ദിനത്തിൽ ഒരേ ഒരു ഭൂമി എന്ന സന്ദേശവുമായി ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് CPI മറയൂർ ടൗണിൽ പോസ്റ്റ് ഓഫീസിന് സമീപം മരം നട്ടു. DFO MG വിനോദ് കുമാർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ. ലോക പരിസ്ഥിതി ദിനമാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ പരിസ്ഥിതിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ദിവസത്തിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ലോകം അറിയാം, നമുക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാലാവസ്ഥ മാറ്റത്തെയും അതുപോലെ മറ്റ് ധാരാളം പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിസ്ഥിതിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും വലിയൊരു കാര്യമാണ്. ഇന്നിവിടെ നടന്നിട്ടുള്ളത് മറയൂർ പോസ്റ്റ് ഓഫീസും മറയൂരിലുള്ള പൊതുപ്രവർത്തകരും കൂടി പങ്കുചേർന്നുകൊണ്ട് മറയൂർ പോസ്റ്റ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിലുള്ള കാടുകളൊക്കെ വെട്ടിത്തെളിച്ചിട്ട് ഇവിടെ ഹരിതാഭമാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയുടെ ഭാഗമായി ഇന്ന് വനം വകുപ്പ് നൽകിയിട്ടുള്ള വനവൃക്ഷ തൈകൾ ഈ കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വരും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ മനോഹരമായി നല്ല രീതിയിൽ വളരട്ടെ. ഇനിയും ഓരോ ദിനത്തിലും എല്ലാ ദിനവും നമുക്ക് പരിസ്ഥിതി ദിനമാവട്ടെ, പ്രകൃതിക്ക് വേണ്ടി നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഈ ഒരു കാര്യത്തിന് വേണ്ടി മുൻനിരയിൽ ഇറങ്ങി പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്കും മറയൂരിലെ പൊതുപ്രവർത്തകർക്കും എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പറയും